ഹലോ, ഇറ്റ്സ് മീ ശ്വേത ജയചന്ദ്രൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? മിനി ഊത്തപ്പമാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു മിനി ഊത്തപ്പ പാൻ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു മീഡിയം സവാള, പിന്നെ ഒരു പച്ചമുളക്, ഇത്രയും കൂടെ അരിഞ്ഞ് ഉപ്പിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ ക്യാരറ്റ് ഇടാം, ക്യാപ്സിക്കം ഇടാം, തക്കാളി ഇടാം. ഓക്കെ, അങ്ങനെയുള്ള നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം ഇടാം. ഞാനിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ എന്താണെന്നറിയാമോ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോഴല്ലേ ഇത് ഊത്തപ്പം എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ളത്. പണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന മാവിൽ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കലക്കിയിട്ട് വൈകുന്നേരം ചായക്കൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടോ ദോശയൊക്കെ ഇങ്ങനെ ചുട്ട് കഴിക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് അന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണിത് ഊത്തപ്പം എന്നുള്ള പേരിലൊക്കെ നമ്മൾ കഴിച്ചു തുടങ്ങിയത് അല്ലേ. എന്ന് വെച്ചാൽ ഇപ്പോഴല്ല, ഞങ്ങളൊക്കെ കുറച്ച് വലുതായതിന് ശേഷം. ഓക്കെ. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ എണ്ണ ശരിയായിട്ട് തടവണമെന്നില്ല. കാരണം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ തടവേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ തടവുന്നുണ്ട്. എന്നിട്ട് ഇത് സാധാരണ മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ദോശമാവില്ലേ, ആ മാവ് തന്നെയാണ്. വേറെ വ്യത്യാസമൊന്നും ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് പിന്നെ വേണമെങ്കിൽ നമ്മൾ തട്ടുദോശയ്ക്ക് വേണ്ടി ഒരു പച്ചരി ഇട്ട് അരച്ച ഒരു ദോശയുടെ ഇത് റെസിപ്പി ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അപ്പോൾ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ അതായിരിക്കും. ഈ സാധാരണ മാവിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ പച്ചരി അരച്ച മാവായിരിക്കും. ഓക്കെ. അപ്പോൾ പച്ചരിയും ഉഴുന്നും ഉലുവയും കൂടെ അരച്ചിട്ടുള്ള ആ മാവ് ഇതിന് കുറച്ചും കൂടെ നല്ലതായിരിക്കും. നല്ല മണവും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ നമുക്കിതിൽ നെയ്യ് ചേർക്കാം, ബട്ടർ ചേർക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. കാരണം ഇന്നലെ ഞാൻ ഇച്ചിരി എണ്ണയുള്ള ആഹാരമൊക്കെ കഴിച്ചതുകൊണ്ട് ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല. ഓക്കെ. ഇന്നലെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഇത് ഏത്തയ്ക്കാപ്പൊക്കെ മേടിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാനങ്ങനെ നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് നെയ്യ്, ബട്ടർ ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബട്ടർ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ മണം. നെയ്യേക്കാളും കുറച്ചും കൂടെ നല്ല മണം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു മണം വരും. അതെന്ന് പറയുന്നത് പിന്നെ എന്താണ്, ബട്ടറാണ്. ഓക്കെ. അപ്പോൾ ബട്ടർ ഇട്ടിട്ടൊന്ന് ചെയ്ത് നോക്കാം. നമ്മളൊരു പൊടി ഇഡ്ഡലിയൊക്കെ ചെയ്തില്ലേ, ഓർക്കുന്നുണ്ടോ? അപ്പോൾ പൊടി ഇഡ്ഡലിക്ക് ഞാൻ ഉപയോഗിച്ച നെയ്യല്ല ബട്ടറായിരുന്നു. പക്ഷെ നെയ്യ് ഇടുന്നതും ബട്ടർ ഇടുന്നതും രണ്ട് ടേസ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ കുറേശ്ശായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ കുട്ടികൾ കഴിക്കാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം ഇതിനകത്ത് അരിഞ്ഞിടാം. ബീറ്റ്റൂട്ട് ഇടാം, ക്യാരറ്റ് ഇടാം, ക്യാപ്സിക്കം ഇടാം, തക്കാളി ഇടാം, പിന്നെ സവാള, പച്ചമുളക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് അരിഞ്ഞിടാം. ഓക്കെ. അങ്ങനെയുള്ള നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൽ അരിഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതാണ്. ഞാനിപ്പോൾ ഇതിൽ ബട്ടർ നെയ്യ് ചേർക്കുന്നില്ല. പക്ഷേ ബട്ടർ നെയ്യ് ചേർത്ത് കഴിഞ്ഞാലുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഞാൻ ചട്ടുക ഉപയോഗിക്കുന്നില്ല. കാരണം ചട്ടുക ഇട്ടെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ അത് നമുക്ക് അതിനേക്കാളും നല്ലത് ഞാൻ സ്പൂൺ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇത് ചെറിയ ചെറിയ ഹോൾസ് അല്ലേ. ഇങ്ങനെ ഫോട്ടോയിൽ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് മറ്റേ പണിയാരമാണോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം ഉണ്ണിയപ്പച്ചട്ടി പോലെ ആണോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഉണ്ണിയപ്പച്ചട്ടി അല്ല കേട്ടോ. അതിൻ്റെ ഡെപ്തും കുറവാണ്, വട്ടം കൂടുതലുമാണ് നമ്മളെ പണിയാരത്തിനേക്കാളും. ഓക്കെ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അപ്പമായാലും മിനി അപ്പമായിട്ട് ചുട്ടെടുക്കാം. പിന്നെ അതുപോലെ ഇത് ഊത്തപ്പം ചുട്ടെടുക്കാം. മനസ്സിലായില്ലേ? തട്ടുദോശ വേണമെങ്കിൽ ഇതിനകത്ത് ചുട്ടെടുക്കാം. എല്ലാം നല്ലത്. എനിക്കത് കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് മേടിച്ചിട്ട് ഇപ്പോൾ പുതിയതൊന്നും അല്ല, കുറേ നാളായി മേടിച്ചിട്ട്. അത് അധികം ഉപയോഗിക്കാതെ ഇങ്ങനെ വെച്ചിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാനത് എടുത്ത് ഉപയോഗിച്ച് തുടങ്ങി. ഓക്കെ. നമ്മളിപ്പോൾ ഉള്ളി, പച്ചമുളക് അരിഞ്ഞ സമയത്ത് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ആയിട്ട് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അത് കുറച്ചും കൂടെ ഇഷ്ടപ്പെടും. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ സാമ്പാറോ ചമ്മന്തിയോ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇത് വെച്ചില്ല, കാരണം ചേട്ടനിന്ന് ദോശ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ദോശയും മുളക് പൊടിയും ആയിരുന്നു. മറ്റേ ഇഡ്ഡലി ചട്നി പൗഡർ ഇല്ലേ, അതായിരുന്നു. അപ്പോൾ അത് ചട്നി പൗഡറിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇട്ടിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം അതൊക്കെ എല്ലാവരും എടുത്ത് കാണുക. ഓക്കെ. പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്ത പൊടി എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമാണ്. ഇപ്പോൾ പുതിയ ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെ കുറേ സാധനങ്ങൾ, അരി, അങ്ങനെ കുറേ സാധനങ്ങൾ, പരിപ്പ്, മറ്റേ സാമ്പാർ പരിപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ ചേർത്തിട്ടുള്ളതാണ്. മുതിര, അതൊക്കെ ചേർത്ത് ചേച്ചി ഇങ്ങനെയാണ് പൊടിക്കുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു തന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ ഇത് നമ്മുടെ അപ്പുറത്തൊക്കെ കൊടുത്ത സമയത്തൊക്കെ അവർക്കൊക്കെ നല്ലപോലെ ആ പൊടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വലിയ ജോലിയൊന്നും ഇല്ല. ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ കൂട്ടുകാർക്കോ ഒക്കെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വേണ്ട, ഒരു ട്രിപ്പ് ഞാൻ എടുത്തു. ഇനി നമുക്ക് അടുത്ത ഒന്നും കൂടെ ഒഴിക്കാം. കാരണം ഈ 2 പ്രാവശ്യം ഒഴിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 3-3.5 ദോശയ്ക്കുള്ള മാവാണ് നമ്മൾ ഇതിന് വേണ്ടി 2 പ്രാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അതും കൂടെ നോക്കണം അല്ലേ. നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളതും കൂടെ അറിയണം അല്ലേ. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. കാരണം മറ്റേ ഉള്ളിയും പച്ചമുളകും വയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ
കുറച്ച് മറ്റേ ചട്നി പൗഡറും കൂടെ ഇതിനകത്തോട്ട് ഇടുകയാണ്. അതിടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അത് പക്ഷെ അത് വെറുതെ ഞാനിപ്പോൾ വെറുതെ ഇടുന്നേ ഉള്ളൂ. പക്ഷെ അതിൽ ബട്ടർ ഇടണം കേട്ടോ. ബട്ടർ ഇട്ടിട്ട് ഈ പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളിയാണ്. അത് നമ്മളെന്നാ മിനി ഇഡലി ഉണ്ടാക്കിയിട്ട് ചട്നി പൗഡർ ബട്ടർ ഇട്ടിട്ട് സോർട്ട് ചെയ്തെടുത്ത സമയത്ത് എല്ലാവരും പറഞ്ഞു ഇത് എത്ര ദൂരം എന്നറിയാം എൻ്റെ മണം കിട്ടുന്നത്. ഇത് ഒരുപാട് ഡ്രൈ ആകുന്നതിന് മുമ്പേ തന്നെ ഇത് വെക്കണം, എങ്കിലേ ഇത് അതിലോട്ട് പിടിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം അതിലോട്ട് വെച്ചു കൊടുക്കാം. കണ്ട, നമ്മൾ ചെയ്തത് കറക്റ്റ് ഇത്രയും ദോശയ്ക്ക് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ബാക്കി ഒന്നുമില്ല, നമുക്ക് തികയാതെയും വന്നില്ല. എല്ലാത്തിലും കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെജിറ്റബിളൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ എല്ലാം ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സവാള ഇത്രയും ചേർക്കേണ്ട. സവാളയുടെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമുക്കതിൽ എന്തൊക്കെ ചേർക്കാം? ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, തക്കാളി, പിന്നെന്താണ്, പനീർ വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം, നമുക്ക് പിള്ളേരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പൊടിയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഓക്കെ, പൊടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ വെക്കണം കേട്ടോ, ബട്ടറും കൂടെ വെക്കണം. അപ്പോഴാണ് അതിൻ്റെ മണം 10 വീടറിയും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ ഇടുന്നിടത്ത് ഇങ്ങനെ കൂടിക്കിടക്കും. ഓക്കെ, ഇതിനാകുമ്പോൾ ഇങ്ങനെയും കൂടെ ഇട്ട് കഴിയുമ്പോഴേ അതിന് കറിയേ വേണ്ട, അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻ്റൊക്കെ ഇടുക. നമുക്ക് നമ്മൾ ഈ ലോങ് വീഡിയോ ഇടുന്നതിന് വ്യൂ ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ കുറച്ച് പേർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻ്റ് ഇടാൻ മറന്നുപോലെ ഒന്ന് കമൻ്റ് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ടൈപ്പ് ചെയ്യാൻ എത്ര പ്രയാസം ഉണ്ടെന്ന് തോന്നുമെങ്കിൽ ഒരു ഇമോജിയെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നടുക്കത്ത് തന്നെ ആദ്യം ഇളക്കാം, കാരണം നടുക്കായിരിക്കും എപ്പോഴും ചൂട് കൂടുതൽ കിട്ടുന്നത് അല്ലേ. അപ്പോൾ അത് ആദ്യം നമുക്ക് മറിച്ചിടാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്പൂൺ ഇട്ട് ഇടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ചട്ട് ആകുമ്പോഴേ കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, അതിന് എടുക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. പിന്നെ എല്ലാവരും ചോദിക്കുമല്ലേ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, അതിനേക്കാളും കല്ലിൽ ചുട്ടാൽ പോരെ എന്ന് ചോദിച്ചാൽ ഒരു വെറൈറ്റി അത്രയേ ഉള്ളൂ. ചെറിയൊരു വ്യത്യാസം വരുത്തി ചെയ്യുക, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ ദോശകളൊക്കെ അല്ലാതെ വലിയ കല്ലിലായാലും കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഷേപ്പിനൊക്കെ ഒഴിച്ചു കൊടുക്കും. എനിക്ക് പോലും പണ്ട് ഞങ്ങളുടെ കാലത്ത് പോലും അമ്മ അങ്ങനെയൊക്കെ ചെയ്തു തരാറുണ്ട്. നമ്മളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് 3 പൊടിയുള്ളത് 3 പൊടിയില്ലാത്തത്, അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മുളക് പൊടിയൊക്കെ വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ മുളക് പൊടി ഇല്ലെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. സാമ്പാറുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, പറയണ്ട. ഇതിൻ്റെ കൂടെ വെച്ച് കഴിക്കുക, നല്ലൊരു കോമ്പിനേഷൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് സാമ്പാർ തന്നെയാണ്. ഓക്കെ, ഈ മുളക് പൊടിയുടെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ. ഓക്കെ, മറ്റേതെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ അമ്മയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൂടെ ഇട്ടേക്കാം കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ട് മറ്റേ പുതിയ പൊടിയുടെ ഇത് ഞാൻ എടുത്തിട്ടില്ല, അത് ഞാൻ എടുത്തിട്ടിടാം. ഓക്കെ, ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പച്ചയായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഞാൻ ചെയ്യുന്നത് മറ്റേ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ചേട്ടൻ ഇങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ചേട്ടൻ പറയും കേട്ടോ, ഒരു പിടി പിടിക്കണം എന്ന് പറയും. അപ്പോൾ നമുക്കിതിപ്പോൾ ഒരു പിടി പിടിക്കാം. ഓക്കെ, നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, നമ്മൾ സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ ഒരു കിണ്ണത്തിൽ എണ്ണ ഒഴിച്ച് കുഴച്ചിട്ട് എല്ലാവർക്കും ഇങ്ങനെ കോരി വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ചെയ്യാറില്ല, കാരണം എന്താണെന്നറിയാം, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ കണ്ടോ, ഇതാണ് സാധനം. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ 2 പേരായതുകൊണ്ട് ഞാൻ അങ്ങനെ പൊടി കുഴച്ച് വെക്കാറില്ല, കാരണം ഇപ്പോൾ എങ്ങനെ കുഴച്ചാലും അതിൽ കുറച്ച് ബാക്കി വരും. ഓക്കെ, അപ്പോൾ ഇത് എനിക്കും എൻ്റെ ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ട, ഇത്രയേ ഉള്ളൂ. കണ്ട, ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കയ്യിൽ ഞാൻ വെച്ച് കാണിച്ചതിനാണ്. അത്രയും സൈസേ ഉള്ളൂ ഒരു ദോശ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഉത്തപ്പം എന്ന് പറയുന്നത്. ഓക്കെ, കഴിച്ചു നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. കിടിലം കിടിലം കിടിലം. ഓക്കെ, അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ സാമ്പാർ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചമ്മന്തിയൊക്കെ നല്ലതായിരിക്കും, ചട്നി ഒക്കെ നല്ലതായിരിക്കും. ഞാൻ പിന്നെ ഇന്ന് മുളക് പൊടി മതി എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് അങ്ങനെ വേറെ ഒന്നും ചെയ്തില്ല. സൂപ്പർ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ധൈര്യത്തിൽ ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് അഭിപ്രായം മറക്കാതെ ഒന്ന് പറയണേ, മറന്നുപോലെ. ഓക്കെ, കമൻ്റ് ഇടണേ. അതുപോലെ കുറച്ച് പേർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് തൊട്ടിട്ട് പോവുക. ഓക്കെ, ഇതങ്ങനെ ഒരുപാട് വലിയ 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 കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ കഴിക്കട്ടെ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.